രണ്ട് തരത്തിലുള്ള ജോലിയാണ് നമ്മൾ ഈ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. എല്ലാവരും പറയുന്നത് പോലെ എല്ലാവർക്കും പോർട്ടിനകത്ത് തന്നെ ജോലി ലഭിക്കുന്നതല്ല. ഇപ്പോൾ ഒരുപാട് പേർക്ക് പോർട്ടിനകത്ത് ജോലി ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്നതെല്ലാം സ്ത്രീകളാണ്. അപ്പോൾ ഒരു വിഴിഞ്ഞം പോർട്ടിൻ്റെ കാര്യം മാത്രമല്ല, ഒരു സീ പോർട്ടിനെ ആ രാജ്യത്ത് തന്നെ എങ്ങനെ മാറ്റാൻ കഴിയും എന്നുള്ളതിനൊരു ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് സിംഗപ്പൂർ. കേരളത്തിന് തന്നെ തിലകക്കുറിയാകുന്ന വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാവുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ തിരുവനന്തപുരത്ത് ഒരുപാട് ജോബ് വേക്കൻസി വരുന്നുണ്ട്, അല്ലെങ്കിൽ തൊഴിലവസരങ്ങളും അത് മാത്രമല്ല സംരംഭ അവസരങ്ങളൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ ഇതൊന്നും ജനങ്ങൾ സാധാരണക്കാർക്ക് പലതും അറിയാൻ കഴിയാതെ പോകുന്നുണ്ട്. ഇതെങ്ങനെയൊക്കെയാണ് ജോബ് കണ്ടെത്തേണ്ടത്, അല്ലെങ്കിൽ ഏത് തൊഴിലവസരം നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നൊരു ധാരണ പലർക്കും സാധാരണക്കാർക്ക് ഉണ്ടാകാറില്ല. താരമായിട്ട് എക്സാടെക് വെഞ്ഞാറമൂട് വരികയാണ്. ഒരു സൗജന്യ സെമിനാറാണ് സംഘടിപ്പിക്കുന്നത് കേട്ടോ. അതായത് ഈ വരുന്ന മെയ് 10 ഒരു സൗജന്യ സെമിനാർ എക്സാടെക് താലം ബിൽഡിങ്ങിലുള്ള വെഞ്ഞാറമൂട് താലം ബിൽഡിങ്ങിലുള്ള എക്സാടെക്കിൽ വെച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. തുറമുഖവുമായി ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് തൊഴിലവസരങ്ങളും അല്ലെങ്കിൽ സംരംഭങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട്. ഒരുപാട് പേർക്ക് അത് അറിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സാടെക് അതിനൊരു അവസരം ഒരുക്കുകയാണ് അല്ലേ, ഒരു സെമിനാർ സംഘടിപ്പിക്കുകയാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ ഉദ്ദേശശുദ്ധികളൊന്ന് പറഞ്ഞുതരാമോ? കാര്യം നമ്മൾ ഇന്ന് കേരളത്തിലെന്നുള്ളതല്ല, ഇന്ന് ഇന്ത്യയിലെ ചെറുപ്പക്കാർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം തൊഴിലില്ലായ്മയാണ്. അല്ലെങ്കിൽ എന്ത് പഠിക്കണമെന്നൊന്നും പൊതുവെ ആർക്കും ഒരു ധാരണയുമില്ല. എല്ലാവർക്കും നമ്മുടെ ഫോർമൽ എഡ്യൂക്കേഷൻ, ഇപ്പോൾ +2 അത് കഴിഞ്ഞ് 3 വർഷം ഡിഗ്രി, ഇത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ടെസ്റ്റ് എഴുതുക, ഇങ്ങനെയൊക്കെ പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വിഴിഞ്ഞം എന്ന് പറയുന്ന ഇതൊരു ഗെയിം ചേഞ്ചറാണ് ഈ സീ പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വിഴിഞ്ഞം പോർട്ടിൻ്റെ കാര്യം മാത്രമല്ല, ഒരു സീ പോർട്ടിനെ ആ രാജ്യത്ത് തന്നെ എങ്ങനെ മാറ്റാൻ കഴിയും എന്നുള്ളതിനൊരു ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് സിംഗപ്പൂർ, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവിടുത്തെ GDP അല്ലെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ GDP എന്തുമാത്രം ഉയർന്നിട്ടുണ്ട്, അതെല്ലാം ഈ പോർട്ട് കാരണം ഉണ്ടായതാണ്. രണ്ട് തരത്തിലുള്ള ജോലിയാണ് നമ്മൾ ഈ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. എല്ലാവരും പറയുന്നത് പോലെ എല്ലാവർക്കും പോർട്ടിനകത്ത് തന്നെ ജോലി ലഭിക്കുന്നതല്ല. ഇപ്പോൾ ഒരുപാട് പേർക്ക് പോർട്ടിനകത്ത് ജോലി ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്നതെല്ലാം സ്ത്രീകളാണ്. മിക്കവാറും മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ട ആ കുടുംബങ്ങളിലുള്ളവർക്ക് ഒരുപാട് പേർക്ക് ജോലി കൊടുത്തിട്ടുണ്ട്. അവർക്ക് അതിനുള്ള ട്രെയിനിങ് ഒരുപാട് നാൾ കൊടുത്തു. അവരാണ് അത് ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഇത് പഠിക്കാനായിട്ട് മുന്നോട്ട് വരുന്ന പെൺകുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. അവർക്കിതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. അവർ എയർലൈനിലേക്ക് പോകും, പക്ഷേ അവർ വിചാരിക്കുന്ന ഒന്നും തന്നെ അവിടെ കിട്ടാറില്ല. ജോബെന്നുള്ള മാത്രമല്ല, ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ സെമിനാറിലൂടെ നമ്മളിപ്പോൾ മെയ് 10 ഒരു സെമിനാർ, അത് നമ്മൾ മറ്റു ചാർജുകളോ ഒന്നുമില്ല, ഒരു അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് എല്ലാവരിലും ഇതിനെക്കുറിച്ച്. അപ്പോൾ ഞങ്ങൾ മാക്സിമം അവരിലേക്ക് എത്തിക്കാൻ പോവുകയാണ്. തൊഴിലവസരങ്ങൾ എന്താണ്, എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഏത് കോഴ്സാണ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമാണ് നമുക്ക് ഇതിൽ ഉള്ളത്. ഇനി വലിയ IQ അങ്ങനെയുള്ളതൊന്നും വേണ്ട. ഒരു പ്രായവുമില്ല, ഏത് പ്രായത്തിലും പഠിക്കാം. കാരണം ഇത് ജോലി നേടുക എന്നുള്ളത് മാത്രമല്ല, ബിൽഡപ്പ് എ കരിയർ, ഇതൊരു കരിയറാക്കാൻ ഉദ്ദേശമുള്ളവർക്ക്. ഇപ്പോൾ ഇത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം വിഴിഞ്ഞം എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടായിട്ടാണ്. സിംഗപ്പൂർ ഇപ്പോഴും ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടാണ്. കാര്യം 700 സ്ക്വയർ കിലോമീറ്റർ മാത്രം. ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടാണെങ്കിലും ഭാവിയിൽ ഇതൊരു ഗേറ്റ് വേ പോർട്ടായിട്ട് മാറാൻ പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് എക്സ്പോർട്ടും ഇമ്പോർട്ടും ഒക്കെ വരുക ആമ്പിൾ ഓപ്പർച്യൂണിറ്റീസാണ്. അത് ജോബ് ഓപ്പർച്യൂണിറ്റീസ് മാത്രമല്ല, അവർക്ക് നോക്കുകയാണെങ്കിൽ ഓൺട്രപ്രണേഴ്സ്, അവർക്ക് സംരംഭകരാകാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്. അപ്പോൾ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഇപ്പോൾ കസ്റ്റംസുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബ്രോക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അപ്പോൾ ഏത് കോഴ്സ് പഠിക്കണം, അവർക്ക് എങ്ങനെ ഫ്ലൈറ്റ് ഫോർവേഡ് ആവാം, മറ്റ് പല മേഖലകളെക്കുറിച്ചും ഇതിലൂടെ ഒരു അവയർനെസ് അവരിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. 10th +2 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തവരാണോ നിങ്ങൾ? ഇനി കരിയർ അപ്ഗ്രേഡ് ചെയ്യാം. ജോയിൻ എക്സാടെക് ലേണിംഗ് ഹബ്, ഇൻസ്പയറിംഗ് ദി നെക്സ്റ്റ് ജനറേഷൻ. 18നും 45നും ഇടയിൽ പ്രായമുള്ളവർക്കായി ഡിപ്ലോമ PG കോഴ്സുകൾ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ്. ഡ്യൂറേഷൻ 6 months or 1 year. Logistics and supply chain management. Duration 1 year. Montessori teacher training. Duration 1 year. Computer software courses. കൂടാതെ മറ്റനേകം കോഴ്സുകളിലും